വെഞ്ഞാറമൂട്ടിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. വെള്ളുമണ്ണടി സ്വദേശി 79 വയസ്സുണ്ടായിരുന്ന സീതമ്മയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പോത്തൻകോട് സ്വദേശിയായ ജിത്തുവിനെ വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തു. 79കാരി കൊല്ലപ്പെട്ടത് ബലാത്സംഗത്തിനിടെയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. സീതമ്മയുടെ മൃതശരീരത്തിനടുത്തുനിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണും ചെരുപ്പുമാണ് ജിത്തുവിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30യോടെയാണ് വെള്ളുമണ്ണടി കൂട്ടുമുഖം സ്വദേശി ശാരദാമ്മ എന്ന് വിളിക്കുന്ന സീതമ്മയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോലിക്കെത്തിയ തൊഴിലാളികളാണ് വീടിന്റെ വാതിലുകൾ തുറന്നുകിടക്കുന്നത് കണ്ട് അകത്തു കയറി പരിശോധിച്ചതും വിവരം പുറം ലോകത്തെ അറിയിച്ചതും. സീതമ്മയുടെ വീട്ടിൽ പിൻവാതിൽ തകർക്കപ്പെട്ട നിലയിലായിരുന്നു. വീടിന്റെ പിൻവാതിൽ വഴി അകത്തു കയറിയ ജിത്തു ബലാത്സംഗ ശ്രമത്തിനിടെ 79 വയസ്സുണ്ടായിരുന്ന സീതമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വീടിനുള്ളിൽ നടന്ന പിടിവലിക്കിടയിൽ വീണുപോയ ജിത്തുവിന്റെ മൊബൈൽ ഫോണാണ് കൊലപാതകം തെളിയിക്കുന്നതിൽ നിർണായകമായത്. ഫോണുടമയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് പോത്തൻകോട് സ്വദേശി 27കാരൻ ജിത്തുവിലേക്ക്. സീതമ്മയുടെ മകനുമായി നേരത്തെ പരിചയമുള്ള ജിത്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. അന്വേഷണത്തിൽ പ്രതിയായി സംശയിക്കുന്ന ആൾ ഈ വയോധികയായ മാതാവിനെ ശാരീരികമായി ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുവെന്ന് വെളിവായിട്ടുള്ളതാണ്. സീതമ്മയുടെ മരണവിവരം അറിഞ്ഞിട്ടും സ്ഥലത്തെത്താതിരുന്ന ജിത്തുവിനെ ബന്ധുവീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.